കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ച 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതിയുടെ വീട്ടിൽ IS-ൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുള്ള കുറിപ്പുകൾ. മുംബൈയുടെ പ്രാന്തപ്രദേശമായിട്ടുള്ള മീറ റോഡിലെ നയാനഗർ പ്രദേശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ഇന്നലെ പുലർച്ചെ ജബാർ സുബൈർ അൻസാരി അയാളാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഭീകര സംഘടനയായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ആക്രമണം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ അയാളുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. മതം ചോദിച്ച ശേഷം കത്തി കൊണ്ട് കുത്തി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. രാജ്കുമാർ മിശ്ര, സുബ്രോട്ടോ സെൻ എന്നിവർക്കാണ്, ഈ 2 സെക്യൂരിറ്റി ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. മിശ്ര സ്വയം ആശുപത്രിയിലേക്ക് എത്തി. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ സെന്നിനെ പ്രദേശവാസികളാണ് ആശുപത്രിയിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. 90 മിനിറ്റിനുള്ളിൽ തന്നെ അൻസാരി അറസ്റ്റും ചെയ്തു. കേസിന്റെ ഗൗരവവും പ്രതിയുടെ പശ്ചാത്തലവും ഒക്കെ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡാണ്, ATS ആണ് അന്വേഷണം ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരു വ്യക്തി സ്വയം ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഭീകരാക്രമണം എന്നറിയപ്പെടുന്ന രീതിക്കാണ് ലോൺ വോൾഫ് ആക്രമണം എന്ന് പറയുക. ഇവിടെ സംഭവിച്ചതും ഈ ലോൺ വോൾഫ് രീതിയിലുള്ള ആക്രമണമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ നേരിട്ടുള്ള സഹായമോ ആയുധങ്ങളോ പരിശീലനമോ ഇല്ലാതെ ഇത്തരം ആക്രമണങ്ങൾ വ്യക്തികേന്ദ്രീകൃതമായി നടത്തുന്നതാണ് ഇത്തരം സാഹചര്യം. എന്താണെങ്കിലും അൻസാരിയുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. IS-ൽ ചേരാനുള്ള വലിയ ആഗ്രഹമായിരുന്നു ആ ചെറുപ്പക്കാരന്. അത് പ്രകടമാക്കുന്ന ചില കൈയെഴുത്ത് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. ഈ ആക്രമണത്തെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് അയാൾ വിശേഷിപ്പിക്കുന്നത്. തീവ്രവാദ സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനുള്ള രേഖകളും വീഡിയോകളും ഒക്കെ അദ്ദേഹത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. അൻസാരി ഒരു സയൻസ് ബിരുദധാരിയായിരുന്നു. അമേരിക്കയിലായിരുന്നു. 2019 ഇന്ത്യയിലേക്ക് എത്തുന്നത് തന്നെ. മീര റോഡിൽ അവിടെ ആ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നു അയാളുടെ താമസം. ഓൺലൈനിൽ കെമിസ്ട്രി കോച്ചിങ് ക്ലാസ് ഒക്കെ നടത്തുന്ന ആളാണ്. അഭ്യസ്ത വിദ്യനാണ്. എന്താണെങ്കിലും സമീപവാസികൾക്ക് ഇയാളെ പറ്റി അത്ര ധാരണയൊന്നുമില്ല. അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഫ്ളാറ്റിൽ അയാളുടെ മുറിയെ ചുറ്റിപ്പറ്റി ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആ അയൽക്കാരൻ പറയുന്നത്. पता है ना कि एक बार हमने उनको देखा था, दोनों को बाहर निकल के चल के जाता था सीधी बस, बस इतना ही. शाम को कल दोपहर के बाद में सब बम हो गए, सब आदमी जम गया. तो नीचे वॉचमैन से पूछा क्या कोई चाकू मारा, कोई चाकू मारा, ऐसा बोल रहे थे बस. और कितने को मारा, वो क्या मारा हमको मालूम था. बाद शाम को पता चला कि 2 आदमी को मारा. आता बगैर दूसरा आदमी को कभी हाथ में देखा नहीं. वो एक आता था, आता था कितना बजे वो पता नहीं हमको. कितने बजे घर से जाते? 6 साढ़े 6 बजे. रोज बोल के नहीं, हम क्या, हम जब जाते हमको मिलता था, देखता था. नहीं तो हम हमारे काम में जाते, उसका काम में. ये आदमी ऐसा नहीं था, इससे मुलाकात भी नहीं करता था, किसी बात भी नहीं करता था. वो अपने जिसमें जाता था बैग लेके जाता था. ऐसी बाज में भी आदमी रहता है. हम लोग थोड़ी पूछता सुनते आप क्या काम करते हैं, जाता है आता है, बस कुछ बात ही नहीं. ഈ അൻസാരിയിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ അധികൃതർ പരിശോധിച്ച് വരികയാണ്. ഇന്റർനെറ്റ് വഴിയാണ്, ഒപ്പം വായനയിലൂടെയും ഈ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ഇയാൾ ആകർഷണമായത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. മീര റോഡ് ഭാഗത്ത് നടത്തിയ ആക്രമണമാണ് ഈ ഭീകര സംഘടനയിൽ ചേരാനുള്ള തന്റെ ആദ്യ ചുവടുവെപ്പെന്ന് ആ കുറിപ്പിൽ അയാൾ എഴുതിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.